പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിൽ അജ്മീർ എന്ന സ്ഥലത്താണ്. അജ്മീറിൽ ജനസേവാ ശിശുഭവൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. തെരുവ് മക്കളത്തെ ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ഇവിടെ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് ജനസേവാ ഉദാൻ അക്കാഡമി എന്ന പേരിൽ ഞങ്ങളിപ്പോൾ ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ നിരവധി കുഞ്ഞുങ്ങളാണ്, ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ നിരവധി കുഞ്ഞുങ്ങളാണ് ഈ രാജസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ പട്ടിണി കോലങ്ങളായി അവർക്ക് യാതൊന്നും കിട്ടാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. ഭിക്ഷാടനം മാത്രമാണ് അവർക്ക് ആകെ അറിയാവുന്ന ഒരു ജോലി. അവർക്ക് യാതൊരു വിദ്യാഭ്യാസമില്ല, ഒരു നിരക്ഷരരാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് ഉയർന്ന ലെവലിൽ എത്തിക്കാൻ വേണ്ടി നമ്മളൊരു പുതിയ സംരംഭം, പുതിയ പ്രൊജക്റ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സുനിൽ ജോസ് എന്നാണ് സാറിൻ്റെ പേര്. സാറ് കഴിഞ്ഞ 30 വർഷത്തോളമായി ഇവിടെ അജ്മീറിലെ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു സൊസൈറ്റി, ഉദാൻ സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് നിരവധി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഉയർന്ന നിലയിൽ എത്തിച്ചിട്ടുണ്ട്. സാറിൻ്റെ ഒരു വലിയൊരു ഒരു വലിയ മനസ്സിൻ്റെ ഫലമായിട്ട് നിരവധി പിഞ്ചു ബാല്യങ്ങൾ ഉയർന്ന നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ സഹകരണത്തോടെ, സുനിൽ സാറിൻ്റെ സഹകരണത്തോടെ നമ്മൾ ജനസേവ ശിശുഭവൻ ഈ പ്രൊജക്റ്റ് വലുതാക്കാൻ പോവുകയാണ്. ഇതൊരു നാഷണൽ ലെവലിൽ ഈ പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് തെരുവ് മക്കളത്തെ ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ മക്കളാണ്, ഇവരെല്ലാം നമ്മുടെ മക്കളാണ്. ഈ മക്കളെ രക്ഷിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം. ഇത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. എല്ലാ സുമനസ്സുകളും ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈ വലിയ ഉത്തരവാദിത്തത്തിൽ എല്ലാവരും മുന്നോട്ട് വരണം. എല്ലാവരുടെയും കടമയാണ് തെരുവ് മക്കളത്തെ ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ജനസേവാ ശിശുഭവനും ഉദാൻ സൊസൈറ്റിയും കൈകോർത്തുകൊണ്ട് ജനസേവ ഉദാൻ അക്കാഡമി എന്ന പേരിൽ രാജസ്ഥാനിൽ അജ്മീർ എന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ തുടങ്ങുകയാണ്. അതിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് വലുതാൻ പോവുകയാണ്. ഇവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് സ്ലമ്മിൽ താമസിക്കുന്നത്. അങ്ങനെ നമ്മളൊരു വലിയ മൂവ്മെൻറ്റിലേക്ക് പോകുന്നു. എല്ലാവരെയും സഹകരണം ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞങ്ങൾ ഈ ഉദാൻ സൊസൈറ്റിയിലേക്ക്, ജനസേവ ഉദാൻ അക്കാഡമിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്.